ഹായ് ഫ്രണ്ട്സ്, ഷൈല അർഷാദ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്കിന്ന് ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം. ഒരു ലാർജ് ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളമെടുത്ത് അടച്ചു വെച്ച് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. രാവിലെ ഇതിനെ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഞാൻ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. പിന്നീട് പ്രഷർ കുക്കർ നന്നായി അടച്ചു വെച്ച് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് 3 വിസിൽ വേകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഗ്രീൻ പീസ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു കടായി എടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോളയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 പച്ചമുളകും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അഞ്ച് മിനിറ്റ് നന്നായി വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതിലേക്ക് വെന്ത് ഇരിക്കുന്ന ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്യുക. ഇപ്പോൾ ഗ്രേവി കുറച്ച് കുറവാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായി ഇളക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഗ്രേവി ഒരു തിക്ക് ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. കട്ടിയുള്ള ഒരു ഗ്രേവി ആയതിനു ശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് ഇതിനെ മാറ്റുക. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം.